നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. തനിക്ക് ലഹരി ഉപയോഗിക്കാനും പ്രിയപ്പെട്ട കാമുകനൊത്ത് വിഹരിക്കാനും വേണ്ടി അതിനൊരു തടസ്സം നിൽക്കുന്ന ഭർത്താവിനെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കുക. അതിനായി ഭർത്താവിനെ വെട്ടി നുറുക്കി ഒരു വീപ്പയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് വീട്ടുകാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കബളിപ്പിച്ച ഒരു ക്രൂരയായ മുസ്കാൻ എന്ന യുവതിയുടെ വാർത്തയാണ് ഇന്ന് രാജ്യത്തെ തന്നെ നടക്കുന്നത്. ഭർത്താവിനെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി വീപ്പയ്ക്കുള്ളിലാക്കിയത് കണ്ടതാകട്ടെ കുഞ്ഞുമകൾ. ഇങ്ങനെ ചെയ്ത ഭാര്യയുടെ മാതാപിതാക്കൾ ഇന്ന് പറയുന്നത് അവൾക്കിനി ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല, അവളെ തൂക്കിലേറ്റണമെന്ന ആവശ്യമാണ് സ്വന്തം അച്ഛനമ്മമാർ പറഞ്ഞിരിക്കുന്നത്. കോടതി വളപ്പിലെത്തിച്ചപ്പോൾ അഭിഭാഷകർ പോലും വളഞ്ഞിട്ട് ഈ കാമുകനെയും തല്ലുന്ന ദൃശ്യങ്ങൾ. രാജ്യത്ത് തന്നെ നടുക്കിയ ഒരു ക്രൂര കൊലപാതകത്തിന്റെ ചുരുളാണ് ഇങ്ങനെ അഴിയുന്നത്. മെർച്ചന്റ് നേവിക്കാരനായ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ അവിഹിതം തുടർന്നു കൊണ്ടുപോരുന്നു. അത് കയ്യോടെ പൊക്കിയപ്പോൾ അരുംകൊലയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ മീററ്റിനെ ഞെട്ടിച്ച ഈ ക്രൂര കൊലപാതകം ഉണ്ടായത്. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെയും ഭാര്യയും അവരുടെ കാമുകനും ചേർന്നാണ് കൊലപ്പെടുത്തി വീപ്പയ്ക്കുള്ളിൽ ഒളിപ്പിച്ചത്. സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. പപ്പ വീപ്പയ്ക്കുള്ളിൽ ഉണ്ടെന്ന് കൊല്ലപ്പെട്ട സൗരഭ് രജ്പുത്തിന്റെ 5 വയസ്സുകാരിയായ മകൾ അയൽവാസികളോട് തന്നെ പറഞ്ഞിരുന്നുവെന്നാണ് സൗരഭിന്റെ അമ്മ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. 25 വയസ്സുകാരനായ കാമുകനൊപ്പം ജീവിക്കാൻ 29-കാരനായ മെർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തി. ഇവരുടെ ജീവിതത്തിന് വിലങ്ങുതടിയാകാതിരിക്കാൻ ഏറെക്കാലം വിദേശത്ത് ജോലി നോക്കാൻ പോലും സൗരഭ് നിർബന്ധിതനായിരുന്നു. മകളുടെ പിറന്നാളിന് വീട്ടിലെത്തിയപ്പോഴാണ് ഈ അരുംകൊല ഉണ്ടായത്. ഈ കൊലപാതകത്തെ കുട്ടി നേരിട്ട് കണ്ടിട്ടുണ്ടാകുമെന്നാണ് സൗരഭിന്റെ അമ്മ പറയുന്നത്. സൗരഭിന് താൻ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി ബോധരഹിതനാക്കിയെന്നാണ് മുസ്കാൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. സാഹിൽ എന്ന തന്റെ കാമുകനെ പിന്നാലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുത്തിക്കൊന്നു. മൃതദേഹമാകട്ടെ ഓരോ കഷ്ണങ്ങളായി വെട്ടി നുറുക്കി വീപ്പയിൽ നിറച്ച് സിമന്റ് പൊടിയും ചേർത്ത് ലായനി ഉണ്ടാക്കിയാണ് ശരീരഭാഗങ്ങൾ ഡ്രമ്മിൽ ഒളിപ്പിച്ചു വെച്ചത്. എന്നിട്ട് ഇഷ്ടിക കൊണ്ട് മൂടി ഫ്ളാറ്റിന് സമീപത്ത് ഉപേക്ഷിച്ചു കളഞ്ഞു. ഇതെന്തായിരുന്നാലും കണ്ടെത്തി. ഈ കൊലപാതകം നടത്തിയ ശേഷം ഭർത്താവിനെ അന്വേഷിച്ച ആളുകൾ, സുഹൃത്തുക്കളൊക്കെ തന്നെ എത്തുമ്പോൾ കുടുംബാംഗങ്ങളോടക്കം പറഞ്ഞിരുന്നത് താനും ഭർത്താവും ചേർന്ന് ഹിമാചലിലേക്ക്, മണാലിയിലേക്ക് ഒരു യാത്ര പോകുന്നുവെന്നാണ്. ഫ്ളാറ്റ് പൂട്ടി മുസ്കാൻ പുറത്തിറങ്ങുകയും ചെയ്തു. മകളെ ആകട്ടെ അമ്മയെ ഏൽപ്പിച്ചു. സൗരഭിന്റെ ഫോൺ ഉപയോഗിച്ച് യാത്രയുടെ ചിത്രങ്ങളൊക്കെ തന്നെ പകർത്തി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. സൗരഭിന്റെ കുടുംബം പലതവണ ഫോണിൽ വിളിച്ചിട്ടും സൗരഭ് എടുക്കാതെ വന്നതോടെ സംശയം തോന്നിയിരുന്നു. പക്ഷെ ചിലർക്കൊക്കെ മെസ്സേജുകളായി റിപ്ലൈ കൊടുത്തിരുന്നു. എന്നാൽ ആരോടും സംസാരിക്കാൻ സൗരഭ് തയ്യാറാകാത്തത് ഏറെ ആശങ്ക ഉണർത്തി. അങ്ങനെ കുടുംബം ഒടുവിൽ ഭാര്യയുടെ പെരുമാറ്റത്തിലെ ചില അസ്വാഭാവികതകൾ മനസ്സിലാക്കി പോലീസിൽ പരാതി കൊടുത്തു. അങ്ങനെയാണ് ഒരു ഉപേക്ഷിച്ച വീപ്പയിൽ നിന്നും അതിരൂക്ഷമായ ഗന്ധം പുറത്തു വന്ന ഒരു വാർത്ത പരിസരവാസികൾ പറയുകയും കൊലപാതകത്തിന്റെ ഏറ്റവും നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഭർത്താവിനെ അതിക്രൂരമായി ഇങ്ങനെ വെട്ടിനുറുക്കിയ തന്റെ മകളെ അവൾക്കിനി ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല, അവളെ തൂക്കിലേറ്റണമെന്നാണ് പ്രതിയായ മുസ്കാന്റെ മാതാപിതാക്കൾ പറയുന്നത്. അവൾക്കിനി ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള അവകാശമില്ല. വികാരം അണപൊട്ടുന്ന രീതിയിലാണ് അവർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭർത്താവ് സൗരവ് ലണ്ടനിലേക്ക് പോയ ശേഷം അവൾ എല്ലാവരിൽ നിന്നും വേർപിരിഞ്ഞാണ് താമസിച്ചത്. 1 വർഷം മാത്രമാണ് ഭർത്താവിന്റെ മാതാപിതാക്കൾക്കൊപ്പം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മരുമകൻ നല്ല പോലെ ആയിരുന്നു അവളെ നോക്കിയിരുന്നത്, സ്നേഹിച്ചിരുന്നത്. പക്ഷെ അവളാകട്ടെ ഒരു ക്രൂരയായി മാറി. അവൻ മാതാപിതാക്കളുടെ കോടിക്കണക്കിനുള്ള സ്വത്തുകൾ അവൾക്ക് വേണ്ടി ഉപേക്ഷിച്ച് അവളോടൊപ്പം തന്നെ വന്നിരുന്നു. അത്രയധികം സ്നേഹമായിരുന്നു. ഞങ്ങളുടെ മകൾ വെറും മോശക്കാരിയായിരുന്നു, ക്രൂരയാണ്, പിശാചാണ്, അവൾക്കിനി ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ട, അവളെ തൂക്കിലേറ്റണമെന്ന അഭ്യർത്ഥനയാണ് ബഹുമാനപ്പെട്ട കോടതിയോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സമയം മീററ്റിലെ കോടതി പരിസരത്തിന് പുറത്ത് സംഭവിച്ചത് പ്രതിയായ മുസ്കാനെയും സാഹിലിനെയും ഒരു കൂട്ടം അഭിഭാഷകർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നതാണ്. മീററ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതികളുമായി പോലീസ് തിരികെ മടങ്ങുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. വളരെ പാടുപെട്ടാണ് പോലീസ് ഈ പ്രതികളെ സംരക്ഷിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയത്. മുസ്കാനും സാഹിലും ലഹരിക്ക് അടിമകളായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ തമ്മിൽ കാണുന്നത് ഒരു ഘട്ടത്തിൽ സൗരഭ് വിലക്കിയിരുന്നുവെന്നും കരുതുന്നു. ഇനി ഭാവിയിൽ വിലക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ കൊലപ്പെടുത്തിയതെന്നും പറയുകയുണ്ടായി. സാഹിലിനെ കാണാനും ലഹരി ഉപയോഗിക്കാനും കഴിയില്ല എന്ന ഭയം ഇവരെ വേട്ടയാടി. ഈ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൗരഭിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും മുസ്കാന്റെ അമ്മയായ കവിത രസ്തഗി പറയുകയുണ്ടായി. ഭർത്താവ്
എത്തുന്ന സമയം എപ്പോഴ് എന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചിരുന്നു. കൊലപാതകത്തിനുള്ള ആസൂത്രണം ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ തന്നെ മുസ്കാൻ റോത്തഗി ആരംഭിച്ചിരുന്നു. ഫെബ്രുവരി 22 അടുത്തുള്ള ഒരു കടയിൽ നിന്നും 800 രൂപയ്ക്ക് 2 കത്തി വാങ്ങി. കോഴി മുറിക്കാൻ വേണ്ടി കത്തി വാങ്ങി എന്ന് കടയുടമയോട് പറയുകയും ഈ കത്തികൾ ഉപയോഗിച്ചുകൊണ്ട് സൗരഭിനെ കൊല്ലാനായി പദ്ധതിയിട്ടു. ഇനി മൃതദേഹം ഒളിപ്പിക്കാൻ വേണ്ടി മുസ്കാൻ സ്ഥലം അന്വേഷിച്ചു. എന്ത് ചെയ്യുമെന്ന് ആരംഭിച്ചു. ചില സുഹൃത്തുക്കളോട് ചില കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നുവെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നു. പൂജയ്ക്കും മറ്റും ഉപയോഗിച്ച വസ്തുക്കൾ കളയാൻ ഒരു സ്ഥലം വേണമെന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു. പക്ഷേ സുഹൃത്തുക്കൾ ആരും തന്നെ മുസ്കാനെ സഹായിച്ചില്ല. അങ്ങനെ സൗരഭിനെ കൊല്ലാനുള്ള പദ്ധതിയിൽ മുസ്കാൻ അടിയുറച്ച് വിശ്വസിച്ച് സുഹൃത്തായ കാമുകനൊപ്പം ചേർന്നുകൊണ്ട് പദ്ധതിയിട്ടു. മയക്കുമരുന്ന് കൊടുത്തോ ഉറക്കിക്കിടത്തിയോ കൊലപ്പെടുന്നതാകും ശരി, അല്ലാതെ നേരിട്ടൊരു ആക്രമണത്തിലൂടെ വിജയിക്കാൻ കഴിയില്ല എന്ന് മുസ്കാൻ തീരുമാനിച്ചു. അങ്ങനെ മുസ്കാൻ ചെയ്തതാകട്ടെ ഒരു ഡോക്ടറെ സമീപിച്ച് തനിക്ക് ശരിയായ ഉറക്കം കിട്ടുന്നില്ല എന്ന് രോഗമാണെന്നും ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഡോക്ടർ എഴുതി നൽകി. ഈ മരുന്നുകൾ ഫെബ്രുവരി 24 സൗരവ് തിരിച്ചെത്തുമ്പോൾ കൊടുത്ത് മയക്കിയ ശേഷം സൗരഭിനെ കൊലപ്പെടുത്താനാണ് പദ്ധതിയിട്ടത്. കൊലപാതകം നടത്താൻ വേണ്ടി നേരത്തെ കരുതി വെച്ചിരുന്ന ഉറക്ക ഗുളികകൾ മദ്യത്തിൽ കലർത്തി സൗരഭിന് കൊടുത്തു. പക്ഷേ സൗരഭ് ഈ മദ്യം കുടിച്ചില്ല. പിന്നെയും ഏറെ ദിവസങ്ങൾ കടന്നുപോയി. എങ്ങനെയും കൊലപ്പെടുത്തണമെന്ന ആഗ്രഹം, ആവശ്യം മുസ്കാനുള്ളിൽ ഉണർന്നിരുന്നു. അങ്ങനെ മാർച്ച് 4 സൗരഭിനെ വധിക്കാനുള്ള ഒരു അവസരം കിട്ടി. കാമുകനായ ശുക്ലയുടെ സഹായത്തോടെ സൗരഭിനെ കുത്തി കൊലപ്പെടുത്തി. ഈ അരിങ്കൊല നടത്തിയതിനു ശേഷം ആളുകളൊക്കെ സൗരഭിനെ അന്വേഷിച്ചു. മണാലിയിലെ പോയിരിക്കുന്നു. മണാലിയിലെ ചിത്രങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിലുള്ള സമൂഹ മാധ്യമ പേജുകളിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ പോലീസിൽ കുടുംബം പരാതിപ്പെട്ടതോടെയാണ് പോലീസ് അന്വേഷണത്തിന് പിന്നാലെ മുസ്കാനെയും സാഹിലിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ക്രൂര വിവരങ്ങൾ പുറത്തു വന്നത്. മൃതദേഹത്തെക്കുറിച്ച് പ്രതികൾ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു പരിശോധന നടത്തി. തിരച്ചിലിനിടയിൽ ഒരു വീപ്പക്കുറ്റി കണ്ടെടുത്തു. അതിനുള്ളിൽ ശരീരഭാഗങ്ങൾ. മാർച്ച് 17 സൗരഭുമായി വഴക്കുണ്ടായതെന്ന് മുസ്കാൻ അമ്മ കവിതയെ അറിയിച്ചിരുന്നു. വീട്ടിലേക്ക് നേരിട്ട് വന്ന് കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് ഈ കൊലപാതകത്തിന് ശേഷവും മുസ്കാൻ പറഞ്ഞത്. അങ്ങനെ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്കാൻ വീട്ടിലെത്തി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതൊരു നാടകമായിരുന്നു. അമ്മ എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സൗരഭിനെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ചേർന്ന് കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തി എന്ന പെരുങ്കള്ളമാണ് പറഞ്ഞത്. ഇക്കാര്യം പോലീസിൽ അറിയിക്കണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടു. സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പിതാവ് വീണ്ടും മുസ്കാനെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് തന്റെ ഭാഗത്തു നിന്നാണ്, കാമുകൻ സാഹിലുമായി ചേർന്നുകൊണ്ടാണ് സൗരഭിനെ കൊലപ്പെടുത്തിയതെന്ന് തുറന്ന് സമ്മതിച്ചത്. 2016 സൗരഭ് രജ്പുത്തും മുസ്കാൻ റോത്തഗിയും പ്രണയിച്ച് ഒടുവിൽ വിവാഹിതരായത്. ഭാര്യയെ അത്രയധികം സ്നേഹമായതുകൊണ്ട് തന്നെ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിട്ടുള്ള സൗരഭാകട്ടെ ആ ജോലി ഉപേക്ഷിച്ച് കൂടുതൽ സമയം അവളുമായി ചെലവഴിക്കാനായി ആഗ്രഹിച്ചു. പ്രണയവിവാഹവും ജോലി ഉപേക്ഷിച്ചതുമൊക്കെ സൗരഭിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇഷ്ടക്കേടിന് കാരണമായി. അങ്ങനെ വീട്ടുകാരുമായി പിരിഞ്ഞ് താമസിക്കേണ്ടി വന്നു. ഈ തർക്കങ്ങളൊക്കെ തന്നെ ഉടലെടുത്തപ്പോൾ സൗരഭും മുസ്കാനും ചേർന്ന് ഒരു വാടക വീട്ടിലേക്ക് മാറി. 2019 ഇവർക്കൊരു മകൾ ജനിച്ചു. എന്നാൽ മുസ്കാൻ ആകട്ടെ ആഗ്രഹങ്ങൾ മറ്റു പലതായിരുന്നു. ലഹരിയോടും അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തായ സാഹിലുമായി പ്രണയത്തിലാവുകയും ആ അവിഹിത ബന്ധം തുറന്നു കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊക്കെ മനസ്സിലാക്കിയ സൗരഭാകട്ടെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് മാത്രം അവിടെ എങ്ങനെയും ഈ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി. പലതവണയായിരുന്നു വിവാഹമോചനത്തെ കുറിച്ച് ആലോചിച്ചത്. എന്നിരുന്നാലും താൻ തന്നെ മുൻകൈയെടുത്ത് നടത്തിയ ഒരു ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും പിന്തുണ കിട്ടാത്തത് കൊണ്ട് തന്നെ മകളുടെ ഭാവിയൊക്കെ തന്നെ ആലോചിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ സൗരവ് വീണ്ടും ആ ബന്ധത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ ഇത് കണ്ടു നിൽക്കാനോ സഹിക്കാനോ കഴിയാത്തത് കൊണ്ട് വീണ്ടും മർച്ചന്റ് നേവിയിലേക്ക് ചേർന്നു. 2023 വീണ്ടും അദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ട് രാജ്യം വിട്ടു. ലണ്ടനിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫെബ്രുവരി 28 ഇവരുടെ മകളുടെ 6ാം പിറന്നാളുമായിരുന്നു. മകളുടെ ജന്മദിനം ആഘോഷിക്കാൻ ഫെബ്രുവരി 24 വീട്ടിലെത്തിയത്. പിന്നീടുള്ള ദിവസങ്ങൾ നീണ്ട പദ്ധതിക്കൊടുവിലാണ് ഇയാളെ കൊലപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.